ാണ് നമ്മൾ ഇന്നലെ വിശദീകരിച്ചത്. അതായത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വളരെ ആ ഗാംഭീര്യത്തെ അംഗീകരിച്ചു കൊണ്ട് ആ മഹത്വത്തെ മനസ്സിലാക്കി വളരെ അദബോടുകൂടി പെരുമാറിയവരാണ് അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മഹത്വം എന്ന് പറഞ്ഞാൽ ഹുർമത്തുഹു ഹയ്യൻ കഹുർമത്തിഹി ഹുർമത്തുഹു മൈതൻ കഹുർമത്തിഹി ഹയ്യൻ. ജീവിതകാലത്ത് എങ്ങനെയാണോ മഹത്വം അങ്ങനെ തന്നെയായിരിക്കണം വഫാത്തിന് ശേഷവും. എങ്ങനെ ബഹുമാനിച്ചോ അങ്ങനെ ബഹുമാനിക്കണം. ലോകത്ത് ഇന്നുള്ള പട്ടണങ്ങളിൽ ഏറ്റവും പ്രശാന്തമായൊരു പട്ടണം ഇന്നും ഏതാണ്? മദീനയാണ്. മദീനയിൽ ശബ്ദം സംസാരിക്കുന്നവർ പോലും ശബ്ദം നിയന്ത്രിക്കും. എന്തുകൊണ്ട്? മദീന എന്നാൽ ത്വയ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന പള്ളിയിൽ എക്കാലത്തും എഴുതി വെച്ച ആയത്തുകൾ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തി നബി, ഹബീബായ നബിയുടെ ശബ്ദത്തെക്കാൾ ശബ്ദം ഉയർത്താൻ പാടില്ല. അപ്പോൾ ആ ഒരു മഹത്വം അവിടുത്തെ ജീവിതകാലത്തുള്ളതാണ്. അത് വഫാത്തിന് ശേഷവും അങ്ങനെ തന്നെയാണ്. ജീവിതകാലത്ത് അവിടുത്തെ ആദരിച്ചതുപോലെ വഫാത്തിന് ശേഷവും അന്ത്യനാൾ വരെയും ആദരിക്കണം എന്നതാണ്. മുഅ്മിനീങ്ങൾ അന്ത്യനാളിലും ആദരിക്കും, എല്ലാവരും ആദരിക്കും എന്നല്ല. ഇന്ന് നിഷേധിക്കുന്നവരും അന്ത്യനാളിൽ ആദരിക്കും. കാരണം രക്ഷപ്പെടാൻ ഒരു മൽജഓ മഞ്ചഓ രക്ഷാകവചമായ ഒരു രക്ഷയുടെ ഒരു വഴിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ ഉണ്ടാവുകയില്ല എന്നതാണ് കാരണം. അപ്പോൾ വഖിർ, നീ വളരെ ഗാംഭീര്യത്തോടു കൂടെയും വളരെ ശ്രദ്ധിച്ചും വളരെ വഖാർ സക്കീനത്തോടു കൂടെയുമാണ് വഖിർ, നീ തൗഖീർ ചെയ്യ്. വഖിർ എന്നത് അംറ. അതായത് എൻ്റെ അർത്ഥം എന്താ? നബിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഒരു വഖാർ നീ എടുക്കണം. ഒരു ഈസിയായി കണക്കാക്കരുത്, ഗാംഭീര്യത്തോടെ അതിനെ സമീപിക്കണം. വഅല്ലിമ, പരമാവധി അതിനെ മഹത്വപ്പെടുത്തുകയും വേണം നബിയോട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും. മനസ്സിലായില്ലേ? പറഞ്ഞു വല്ലാത്തൊരു മഹത്വപ്പെടുത്തൽ വേണം. ഒന്ന്, നബിയെപ്പറ്റി പറയുന്ന മജ്ലിസാണെങ്കിൽ സാധാരണ ഇരിക്കുന്ന ഇരുത്തം ഇരിക്കരുത്. നീ ഒരു രാഷ്ട്രീയ യോഗത്തിൽ പങ്കെടുക്കുന്നതും നബിയെപ്പറ്റി പറയുന്ന മജ്ലിസിൽ പങ്കെടുക്കുന്നതും ഒരുപോലെയല്ല. രാഷ്ട്രീയ യോഗത്തിൽ പങ്കെടുക്കണം, പക്ഷെ അതിന് അതിൻ്റെതായ ഒരു തലം മാത്രമേ ഉള്ളൂ. നബി അങ്ങനെയല്ല. നബി എന്നാൽ വസീലത്തുക വസീലത്തു വസീലത്തു അബീക ആദം. മാത്രമല്ല നബിയെ പറയുന്നിടത്ത് പറഞ്ഞില്ലേ വസീലത്തിനാ ഫിദ്ദാറൈൻ. എവിടെയുണ്ട്? താജിലില്ലേ? മുഹിബ്ബിൽ ഫുഖറാഇ വൽ ഗുറബാഇ വൽ മസാകീൻ സയ്യിദ് الثقلين نبي الحرمين إمام القبلتين വസീലത്തിനാ ഫിദ്ദാറൈൻ. രണ്ട് വീട്ടിലും നമ്മുടെ മധ്യവർത്തി മുഹമ്മദ് മുസ്തഫ. അതായത് ഫതഹു ദുന്യവി വ ഫതഹുൽ ഉഖറവി, റഹ്മത്തുൻ ദുന്യവിയ റഹ്മത്തുൻ ഉഖറവിയ. എല്ലാ അനുഗ്രഹങ്ങളും വിജയങ്ങളും നബിയുമായി ബന്ധപ്പെട്ടതാണ്. വസീലത്തുന നമ്മുടെ മധ്യവർത്തിയാണ്. ഫിദ്ദാറൈനി, രണ്ട് വീട്ടിൽ. പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തും നീ ഇവിടെ ഇരിക്കാൻ കഴിഞ്ഞത് നബിയുടെ കുറിച്ചുള്ള ഒരു മഹത്വം നിന്റെ കൽബിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ്. ഗൾഫിൽ നിന്ന് വന്ന ഒരാൾ ഇന്നലെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വന്നത് നന്നായി, എനിക്കിതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞല്ലോ. 1000 ദിവസം ഗൾഫിൽ പണിയെടുത്ത് ഒരു പൈസക്കാരനാവുന്നതിനേക്കാൾ നല്ലത് ഇവിടെ ഒരു അല്പനേരം ഇരിക്കൽ. എന്തുകൊണ്ട്? ഹബീബായ നബിയെ മനസ്സിലാക്കില്ലേ? ദിവസം മുസ്തഫ നബി മനസ്സിലാക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? എന്തുകൊണ്ട്? വസീലത്തുനാ ഫിദ്ദാറൈൻ. നമ്മുടെ എല്ലാ വിജയത്തിനും മധ്യവർത്തി അതാണ്, പുണ്യ റസൂലാണ്. അപ്പോൾ ആദ്യം നബിയെ അല്ലേ പഠിക്കേണ്ടത്? ആദ്യം നബിയെ അല്ലേ അറിയേണ്ടത്? നബിയെ ബഹുമാനിച്ചിട്ടല്ലേ അത് നേടേണ്ടത്? വസീലത്തിനാ ഫിദ്ദാറൈൻ, രണ്ട് വീട്ടിലും നമ്മുടെ മധ്യവർത്തി മുഹമ്മദ് മുസ്തഫ. അപ്പോൾ നബിയെ ബഹുമാനിക്കാത്തവർക്ക് ഈ ലോകത്തൊന്നും കിട്ടുന്നില്ലേ? കിട്ടും. കിട്ടായല്ല, അത് റഹ്മാനിയത്ത് കിട്ടും. റഹ്മാനിയത്ത് ആർക്കും കൊടുക്കും?
ലിൽ മുതഇ വൽ ആസി, വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും, ബിറിളാഇല്ലാഹി വബിഗൈരി റിളാഇല്ലാഹി, അള്ളാഹിന്റെ പൊരുത്തത്തിനും കൊടുക്കും, അള്ളാഹു പൊരുത്തല്ലാതെയും കൊടുക്കും. എന്നാൽ മൻ വഖറ മുഹമ്മദൻ വഹദീസഹു വസുന്നതഹു വമജ്ലിസഹു യുഅതീഹി അല്ലാഹു ബിറഹ്മതി മിൻ റഹ്മതിഹി ബിറിദ്വാനില്ലാഹ്, അള്ളാഹിന്റെ പൊരുത്തത്തോടു കൂടി കൊടുക്കും. അപ്പോൾ അവനത് ഉപകരിക്കും, ദുന്യാവിൽ ഉപകരിക്കും, ആഖിറത്തിൽ ഉപകരിക്കും. ഇവിടെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, എല്ലാവർക്കും റിസ്ഖുണ്ട്. പക്ഷേ ആ റിസ്ഖിൽ പൊരുത്തമുള്ള റിസ്ഖുമുണ്ട്, പൊരുത്തമില്ലാത്ത റിസ്ഖുമുണ്ട്. കോടതി വിധിച്ചു ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണം, അയാളാകട്ടെ തൊലാക്ക് ചൊല്ലിയിട്ടുമുണ്ട്. നിയമപരമായി അയാൾ ചെലവിന് കൊടുക്കണം. പൊരുത്തമുണ്ടോ ഇല്ലേ? പൊരുത്തമുണ്ടോ ഇല്ലേ? അതാണ് എൻ്റെ ചോദ്യം. പൊരുത്തമുണ്ടോ ഇല്ലേ? ഇല്ല. തനിക്ക് വഴിപ്പെടാത്ത പെണ്ണ് എന്ന നിലയ്ക്ക് താൻ തൊലാക്കയില്ല. പക്ഷെ കോടതി വിധി വന്നു. കോടതി വിധി അങ്ങനെയാണല്ലോ. കോടതി ഒരു രാജ്യത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ചാണ് വിധിക്കുക. അത് ജഡ്ജിയെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. ഓരോ നിയമങ്ങൾക്കും രീതികൾക്കും ഒരു സാമൂഹിക രീതികൾക്കും ഒക്കെ അനുസരിച്ചാണ്. പക്ഷെ ഈ സ്ത്രീ തനിക്ക് ഉപകരിച്ചൊരു സ്ത്രീ അല്ല. പക്ഷേ തലാക്ക് കഴിഞ്ഞതിനെ പിറ്റേന്നാൾ പെണ്ണ് കേസ് കൊടുത്തു. ചെലവിന് കൊടുക്കാൻ അടുത്തൊരു ഭർത്താവ് ഒരേ ചെലവ് കൊടുക്കണം എന്നൊരു വിധി വന്നു എന്ന് സങ്കല്പിക്ക്, അങ്ങനെ സങ്കല്പിക്ക്. എന്നാലോ ചെലവിന് കൊടുക്കും. പൊരുത്തണ്ടോ? ഉണ്ടോ? ഇല്ല. റഹ്മാനായ റബ്ബ് എല്ലാവർക്കും കൊടുക്കും. പക്ഷേ മൻ വഖറ മുഹമ്മദൻ വഅല്ലമ മുഹമ്മദൻ ഫഅബദല്ലാഹ, അല്ലാഹുവിനെ ആരാധിച്ചു, പിന്നെയോ വഅല്ലമ മുഹമ്മദൻ റസൂലഹുൽ മുസ്തഫ, അവിടെ അല്ലാഹുവിൻ്റെ മുസ്തഫയായ റസൂലായ മുഹമ്മദ് മുസ്തഫയെ ബഹുമാനിക്കുക കൂടി ചെയ്താൽ യുഅ്തിഹി ബിറിദ്വാനിഹി, അല്ലാഹുവിൻ്റെ പൊരുത്തത്തോടെ കൂടെ കൊടുക്കും. റിദ്വാനും മിനല്ലാഹി അക്ബർ, അല്ലാഹുവിൻ്റെ ചെറിയ പൊരുത്തം പോലും വലിയതാണ്. തുറന്നു തരട്ടെ. മനസ്സിലായില്ലേ പറഞ്ഞത്? ചിന്തിക്കും. ചെറിയ ഒരു പൊരുത്തം പോലും വലുതാണ്. ആയുസ് കിട്ടി. എങ്ങനെ മുഅ്മിനീങ്ങൾ ദുആ ചെയ്യുക?